ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് 50 റുപ്പീസിന് താഴെയുള്ള പ്രൊമോട്ടർ സ്റ്റേക്ക് ഇൻക്രീസ് ആയി 7 സ്റ്റോക്കുകളുടെ സ്റ്റോക്ക് അനാലിസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഡിവിഡൻഡ് നൽകുന്നുണ്ട്, പിന്നെ ഡെപ്റ്റ് ഡിക്രീസ് ആയ സ്റ്റോക്കുകളാണ്, പിന്നെ അതുപോലെ പ്രൊമോട്ടർ സ്റ്റേക്ക് ഇൻക്രീസ് ആയ സ്റ്റോക്കുകളാണ്. അപ്പൊ ഇത് മൂന്നും നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതെങ്ങനെ നോക്കാം, ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഉള്ളത്, എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ആണ് ആ സ്റ്റോക്കുകൾ കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനർ എന്ന് പറഞ്ഞ ആ ഒരു വെബ്സൈറ്റ് എടുക്കുക. screener.inൽ നിങ്ങൾ കമ്പനി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ്, ഫണ്ടമെന്റൽ അനാലിസും ടെക്നിക്കൽ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. പെർഫോമൻസ്, ക്വാർട്ടർലി പ്രോഫിറ്റ് എങ്ങനെയാണ്, അതുപോലെ അനാലിസിസ്, ചാർട്ട്, ക്യാഷ് ഫ്ലോ, ഇൻവെസ്റ്റേഴ്സ്, റേഷ്യോസ് എല്ലാം. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ സ്ക്രീനേഴ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എടുക്കുക. അപ്പൊ അതിൽ ആദ്യത്തെ കമ്പനി എന്ന് പറയുന്നത് പ്രൊമോട്ടർ സ്റ്റേക്ക് ഇൻക്രീസ് വരുത്തിയ കമ്പനിയിലെ രതൻ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പൊ അത് നിങ്ങൾ കമ്പനി സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ രതൻ ഇന്ത്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് വരും. അപ്പൊ രതൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പവർ ലിമിറ്റഡ്, ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് പവർ ജനറേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, ട്രേഡിംഗ്, ട്രാൻസ്മിഷൻ, പിന്നെ ഇൻസിഡൽ ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് ഇവരുടെ ജോബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെ മാർക്കറ്റിംഗ് ക്യാപിറ്റൽ എടുത്തു നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1136 ക്രോഡ്സ് ആണ്. ഇപ്പൊ 50 റുപ്പീസിന് താഴെയാണ് സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക്. കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 2.30 ആണ്. പിന്നെ ഇതിന്റെ ഡിവിഡൻഡ് ഈൽഡ് 0.00, പിന്നെ സെയിൽസ് ഗ്രോത്ത് -9.51 ആണ്. ഫേസ് വാല്യൂ 10, ബുക്ക് വാല്യൂ -3.53. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര മനസ്സിലാവത്തില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതായത് ഈ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് മന്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 3 months ആയിട്ട് 86% ആണ് ഇൻക്രീസ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രൊമോട്ടർ സ്റ്റേക്ക് ഇൻക്രീസ് ആയത് നേരത്തെ 34.34% ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിന്, ഇപ്പൊ 39.33% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടിലൂടെ മനസ്സിലാക്കാം. പിന്നെ എല്ലാ കമ്പനിക്കും അതിൻ്റെതായ പ്രോൺസ് അല്ലെങ്കിൽ കോൺസ് കാണും. അപ്പൊ പ്രോൺസ് ആയിട്ട് പറയാനാണെങ്കിൽ ഇവര് ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 4.99% ലാസ്റ്റ് ക്വാർട്ടറിനെ കാട്ടി ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലോ ആയി, -50.06 ആണ് ലാസ്റ്റ് 3 years ആയിട്ട്. പ്രൊമോട്ടർ പ്ലെഡ്ജ് എന്ന് പറയുന്ന 86% ആണ്. ഏർണിങ്സ് അതർ ഇൻകം 2878.12 ക്രോഡ്സ്. പിന്നെ ഹൈ ഡെപ്റ്റേഴ്സ് ആണ് 237.06 ഡേയ്സ്. ദെൻ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ബോറോവിങ് കൂടുതലാണ്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്ന ലാസ്റ്റ് 3 years ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്, 18.15 ആണ്. അപ്പൊ അവര് ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം നല്ലതാണ്. അല്ലാതെ ഓവറായിട്ട് ബാക്കിയുള്ള സ്റ്റോക്കുകൾ വെച്ച് നോക്കുമ്പോൾ റേറ്റ്, ഇതിന്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് കുറവായിട്ടുണ്ട്. അല്ലാതെ വലിയ ബെനിഫിറ്റഡ് അല്ല. ബട്ട് നിങ്ങൾക്ക് ഈ ഒരു 50 റുപ്പീസിന് താഴെ എന്ന് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ബെനിഫിറ്റഡ് ആയിട്ട് വരുന്നു. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് NCC ആണ്. അപ്പൊ ധാരാളം സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ഒരു സ്റ്റോക്കാണ് ഈ NCC ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ്, ആ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് കാണാനായിട്ട് പോകുന്നത്. അപ്പൊ NCC ലിമിറ്റഡ് എന്ന് പറയുന്നത് കൂടുതൽ ഈ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ, കമേഴ്ഷ്യൽ, ബിൽഡിംഗ്, ഹൗസിംഗ്, ബ്രിഡ്ജസ്, റോഡ്സ്, ഫ്ലൈ ഓവേഴ്സ്, റെയിൽവേ, മൈനിങ്, പിന്നെ ഹൈഡ്രോ തെർമൽ പ്രോജക്ട്സ്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ്, ഇതാണ് ഇവരുടെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത്. ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 1894 ക്രോഡ്സ് ആണ്. കറണ്ട് പ്രൈസ് 31 റുപ്പീസ് ആണ് ഇവരുടേത്. പിന്നെ ബുക്ക് വാല്യൂ 80 റുപ്പീസ് ആണ്. ഡിവിഡൻഡ് ഈൽഡ് 4% നൽകുന്നുണ്ട്. സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്, 10.62% ഉണ്ട്. ഫേസ് വാല്യൂ 2. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ ഫസ്റ്റ് ഒരു കമ്പനിയുടെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നോക്കേണ്ട ഒരു കാര്യം. പിന്നെ ലാസ്റ്റ് ഇയറുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 70% ഇൻക്രീസ് കാണിച്ചിരിക്കുന്നു. പ്രൊമോട്ടർ സ്റ്റേക്കിന്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 18% ഉണ്ടായിരുന്നത് ഇപ്പൊ 19.57 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ പ്രോൺസ് ആൻഡ് കോൺസ് നോക്കാം. പ്രോസ് എന്ന് പറയുമ്പോൾ
അതിന്റെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ 0.39 ടൈംസ് ബുക്ക് വാല്യൂ ആണ്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നല്ല ഡിവിഡൻഡ് നൽകുന്നുണ്ട്, 4.83%. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. 176.55% ആണ്. പിന്നെ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്നുണ്ട്, 40.46%. പിന്നെ ഡെപ്റ്റർ എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിരിക്കുകയാണ്, 160 ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് 160യിൽ നിന്നും 97.05 ഡേയ്സ് ആയിട്ട്. പിന്നെ ഇതിന്റെ കോൺസ് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് കുറവാണ്, 19% ഉള്ളൂ. പിന്നെ ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 7%. പിന്നെ പ്രൊമോട്ടേഴ്സിന്റെ പ്ലെഡ്ജ് 34.18 ആണ്. കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ബോറോവിംഗ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഇതൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട NCCയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് കമ്പനി എന്ന് പറയുന്ന തേർഡ് കമ്പനി എന്ന് പറയുന്നത് JBM ഓട്ടോ ആണ്. JBM ഓട്ടോ ലിമിറ്റഡ് ആണ് നെക്സ്റ്റ് വരുന്ന കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ JBM ഓട്ടോ ലാസ്റ്റ് 3 മന്ത്സ് ആയിട്ട് 67% ഗ്രോത്ത് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ റിട്ടേൺ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് പെർസെൻറ്റേജ് സ്റ്റേക്ക് എത്ര ഇൻക്രീസ് ആയെന്ന് വെച്ചാൽ 61.96%ൽ നിന്നും 67.46% ഇൻക്രീസ് ആയിരിക്കുകയാണ്. JB ഓട്ടോ എന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ് ബിസിനസ് ആണ്. ഇവരുടെ മെയിൻ ആയിട്ട് ഷീറ്റ് മെറ്റൽ കമ്പോണൻസ്, ടൂൾസ്, പിന്നെ ബസ്സസ്, അതിൻ്റെയൊക്കെ സ്പെയർ പാർട്സ്, അക്സസറീസ്, പിന്നെ മെയിൻ്റനൻസ് കോൺട്രാക്ട്സ് ഓഫ് ബസ്സസ്, ഇതാണ് ഇവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1056, കറണ്ട് പ്രൈസ് 223, പിന്നെ ഡിവിഡൻഡ് ഈൽഡ് 1.01% ആണ്. സെയിൽസ് ഗ്രോത്ത് 5.58, ഫേസ് വാല്യൂ 5. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ പ്രോസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവരെ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 5.50, ലാസ്റ്റ് ഇയറിനെ കാട്ടി ലാസ്റ്റ് ക്വാർട്ടറിൽ നല്ല ഒരു ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു. കോൺസ് ആയിട്ട് പറയാനുള്ളത് പുവർ ഗ്രോത്ത് ആണ്. ലാസ്റ്റ് ഇയർ ഒരു 5 വർഷം നോക്കുകയാണെങ്കിൽ 5.55% ആണ് പുവർ ഗ്രോത്ത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന 4ാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 68.18% ആണ് ഈ ലാസ്റ്റ് ഒരു 3 മന്ത്സിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ആയിരിക്കുന്നത്. പിന്നെ പെർസെൻറ്റേജ് സ്റ്റേക്ക് 59.23%ൽ നിന്നും 63.18% ഇൻക്രീസ് ആയിരിക്കുന്നു. ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കിങ് സർവീസ് ആണ് മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1406, കറണ്ട് പ്രൈസ് ഇപ്പോൾ 19.70 റുപ്പീസ് ആണ്. ഡിവിഡൻഡ് ഈൽഡ് 0, പിന്നെ സെയിൽസ് ഗ്രോത്ത് 3.90% ആണ്. പിന്നെ ഇതിന്റെ പ്രോൺസ് ആൻഡ് കോൺസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 0.21% ടൈംസ് ബുക്ക് വാല്യൂവിനെ കാട്ടി ഇൻക്രീസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നു. പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ഒരു ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ 8.95% ഇൻക്രീസ് ആയിരിക്കുകയാണ്. കോൺസ് നോക്കുകയാണെങ്കിൽ ഇതിന് കൂടുതലാണ്, കാരണം ലാസ്റ്റ് ഒരു പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ഇവർ കൊടുക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല ലോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കവറേജ് റേഷ്യോ, പുവർ ഗ്രോത്ത് ആണ് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട്. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ കുറവാണ്, അത് -5.27 ആണ്. ലൈബിലിറ്റീസ്, കണ്ടിജന്റ് ലൈബിലിറ്റീസ് 7,836.20 ക്രോഡ്സ്. പിന്നെ ഒരു ക്യാപിറ്റലൈസിങ് ഇൻട്രസ്റ്റ് കോസ്റ്റ്, ഇതെല്ലാമാണ് അവരുടെ കോൺസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 5ാമത്തെ കമ്പനി നമ്മൾ നോക്കേണ്ടത് വെൽസൺ എന്റർപ്രൈസസ് ആണ്. ഇതും കൂടുതലായിട്ട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വെൽസൺ എന്റർപ്രൈസസ് ലിമിറ്റഡ്. ഇപ്പോൾ വെൽസൺ എന്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അത് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ, പിന്നെ അതുപോലെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, BOT, പിന്നെ അതുപോലെ ഓപ്പറേഷൻ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് ആണ് ഇവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ക്യാപിറ്റലൈസേഷൻ 959, കറണ്ട് പ്രൈസ് 64.40 റുപ്പീസ് ആണ്. ഡിവിഡൻഡ് ഈൽഡ് 3.11, ബുക്ക് വാല്യൂ 106, പിന്നെ സെയിൽസ് ഗ്രോത്ത് 80 റുപ്പീസ് ആണ്, 80.88% ആണ്. ഫേസ് വാല്യൂ 10.
അപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അതായത് പ്രോൺസ് വരുന്നത് 0.61% ആണ് ബുക്ക് വാല്യൂ ട്രേഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക്. പിന്നെ അതിന്റെ ഗുഡ് ഡിവിഡൻഡ് ഈൽഡ്, നല്ലൊരു ഡിവിഡൻഡ് നൽകുന്നുണ്ട് 3.11. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണ്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഹെൽത്തി ഡിവിഡൻഡ് നൽകുന്നുണ്ട് 25%. അതുകൊണ്ട് ഈ ഒരു കമ്പനി നല്ല ബെസ്റ്റ് കമ്പനിയാണെന്ന് തന്നെ പറയാം. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 3.03% ആണ്. ലാസ്റ്റ് ഇയറിനെ കാട്ടി ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് ഇയർ നോക്കുമ്പോൾ 3 വർഷം കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ കണ്ടിജന്റ് ലൈബിലിറ്റീസ് 845, ഏർണിംഗ്സ് ഇൻക്ലൂഡ് അതർ ഇൻകം എന്ന് പറയുന്നത് 111.85 ക്രോഡ്സ് ആണ്. ഇനി നമുക്ക് ഇത് എത്ര ഇൻക്രീസ് ആയി അല്ലെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് ഗ്രോത്ത് എങ്ങനെയാണ്, പിന്നെ അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, പിന്നെ പെർസെൻറ്റേജ് സ്റ്റേക്കിന്റെ ഇൻക്രീസ്, ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വെൽസൺ എന്റർപ്രൈസസ് 60% ആണ് ലാസ്റ്റ് ഇയറുടെ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഒരു 3 ഇയേഴ്സ് ആയിട്ട് പ്രൊമോട്ടർ സ്റ്റേക്ക് 47.30 നിന്നും 50.33% ഇൻക്രീസ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് കമ്പനി ടാറ്റ കെമിക്കൽസ് ആണ്. ടാറ്റ കെമിക്കൽസ്, ടാറ്റ കെമിക്കൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ടാറ്റ കെമിക്കൽസ് 42% വരെ ഇൻക്രീസ് കാണിച്ച ഒരു സ്റ്റോക്കാണ്. 31.08 നിന്നും 34.59% ആണ് അതിന്റെ പ്രൊമോട്ടർ സ്റ്റേക്ക് ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പൊ ടാറ്റ കെമിക്കൽസ് തന്നെ നമുക്കറിയാം കെമിക്കൽ, അതായത് കെമിക്കൽ ഇൻഡസ്ട്രി ആണ്. മെയിൻ ആയിട്ട് കൺസ്യൂമർ അഗ്രികൾച്ചർ സെക്ടറിലും ഇൻഓർഗാനിക് കെമിക്കൽ, കൺസ്യൂമർ പ്രോഡക്ട്സ്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ, പിന്നെ അതുപോലെ അഗ്രികൾച്ചർ ഇൻപുട്സ്, ന്യൂട്രീഷൻ സൊല്യൂഷൻ ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 8030, കറണ്ട് പ്രൈസ് ഇപ്പോൾ 315.20 ആണ്. ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന ഒരു കമ്പനിയാണ് 3.49, സെയിൽസ് ഗ്രോത്ത് 0.003, ഫേസ് വാല്യൂ 10. അപ്പൊ ഇതിന്റെ നമുക്ക് നെഗറ്റീവ്സും പോസിറ്റീവ് സൈഡും നോക്കാം. പോസിറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ 0.62% ആണ് ബുക്ക് വാല്യൂവിനെ കാട്ടിയും നല്ല ഒരു ഗ്രോത്ത് ഉണ്ട്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് 63.16 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 3 ഇയേഴ്സ് ആയിട്ട് 30.04% ഉണ്ട്. നല്ല ഒരു ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്നുണ്ട് 18.20%. നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രോത്ത് വളരെ കുറവാണ്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് -9.65% ആണ്. പിന്നെ അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണ് ഈ ഒരു സ്റ്റോക്കിന് 34%. ടാക്സ് റേറ്റും കുറവാണ്. പിന്നെ അതുപോലെ ഏർണിംഗ്സ് ഇൻക്ലൂഡ് അതർ ഇൻകം ഉള്ള ഏർണിംഗ്സ് എന്ന് പറയുന്നത് 6479. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കാൻ പോകുന്നത് HSIL ആണ്. HSIL ലിമിറ്റഡ്. അപ്പൊ HSIL ലിമിറ്റഡ് നോക്കുകയാണെങ്കിൽ 26% ഇൻക്രീസ് കാണിച്ച ഒരു സ്റ്റോക്കാണ്. ഇതിന്റെ പ്രൊമോട്ടർ സ്റ്റേക്ക് ഇൻക്രീസ് ആയിരിക്കുന്ന 49.34 നിന്നും 53.91% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പൊ HSIL മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ്, സെല്ലിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓഫ് ബിൽഡിംഗ് പ്രോഡക്ട്സ്, അതുപോലെ പാക്കേജിംഗ് പ്രോഡക്ട്സ്, കൺസ്യൂമർ പ്രോഡക്ട്സ്, റീറ്റെയിൽ ബിസിനസ് ആണ് ഇവരുടെ മെയിൻ തൊഴിൽ എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 367.63 ക്രോഡ്സ്, കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 50.85 ആണ്. സെയിൽസ് ഗ്രോത്ത് 11.41, പിന്നെ നല്ല ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനി 5.90, പിന്നെ ഫേസ് വാല്യൂ 2 ആണ്. ഈ ഒരു കമ്പനിയുടെ പോസിറ്റീവ് സൈഡ് നമുക്ക് നോക്കാം. ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരിക്കുന്ന 0.29 ടൈംസ് ദ ബുക്ക് വാല്യൂ, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഡിവിഡൻഡ് പേ ഔട്ട് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു 32.51%. പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ 4.57% ഇൻക്രീസ് ആയി. പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ പുവർ ഗ്രോത്ത് ആണ്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് 9.67%. റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ കുറവാണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് 5.75% ആണ് HSIL ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ നെഗറ്റീവ് സൈഡിൽ പറയാനായിട്ട് ഉള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന് വന്നിട്ട് ആ ഒരു എത്ര പെർസെൻറ്റേജ് 50 റുപ്പീസിന് താഴെയുള്ള സ്റ്റോക്കുകൾ, പിന്നെ അതിന്റെ പെർസെൻറ്റേജ് സ്റ്റേക്ക് എങ്ങനെ ഇൻക്രീസ് ആയി, എത്രത്തോളം ഇൻക്രീസ് ആയി, പിന്നെ അതുപോലെ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്ത കമ്പനികൾ,
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻറ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ സ്ക്രീനർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക. എന്നിട്ട് ഇതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് നിങ്ങളും കൂടെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് വരുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുക, പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ നോക്കുക. അപ്പൊ ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.